വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സ് CBSE അല്ലെങ്കിൽ NCERT-യുടെ പുതിയ NCERT, അതായത് ഇപ്പോൾ 9ാം ക്ലാസ്സിലെ എല്ലാവർക്കും ഒരേ ടെസ്റ്റ് തന്നെ കേട്ടോ. പുതിയ ടെസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇത് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് കേട്ടോ. പാർട്ട് 1 ആണ്, ഇത് കാണാൻ പറ്റുന്നുണ്ടോ? പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 വന്നിട്ടില്ല. പാർട്ട് 1-നകത്ത് തന്നെ 8 ചാപ്റ്ററോളം ഉണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. 2 പാർട്ടാണ്. 8 ചാപ്റ്ററാണ് പാർട്ട് 1-ൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടെസ്റ്റ് കണ്ടായിരുന്നല്ലോ. കിട്ടാത്തവരും എല്ലാം ഉണ്ടെങ്കിൽ ഇതാ കേട്ടോ ടെസ്റ്റ് കണ്ടോ. ഗണിത മഞ്ജരി എന്നാണ് നമ്മുടെ പുതിയ ടെസ്റ്റിൻ്റെ പേര്, ഗണിത മഞ്ജരി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നാമത്തെ പാഠം നമ്മൾ നേരിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൺലൈൻ ഇട്ടിട്ടില്ലത്, കാരണം ഓഫ്ലൈനാണ്. കുട്ടികളെ നല്ല രീതിയിൽ ഗ്രാഫൊക്കെ ആയതുകൊണ്ട് കേട്ടോ, ഈ ഗ്രാഫൊക്കെ വെച്ച് നല്ല രീതിയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസും കാർട്ടീഷ്യൻ പ്ലെയിനും കേട്ടോ, അതിനകത്തിലെ ഓറിജിൻ എന്താണ്, ക്വാഡ്രൻ്റ് എന്താണ്, കോർഡിനേറ്റ് എന്താണെന്നൊക്കെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ അതെല്ലാവർക്കും നല്ലപോലെ മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് 2ാമത്തെ പാഠമാണ്. ഇൻട്രഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽ എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. കണ്ടോ, ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. പുസ്തകം കണ്ടേ, ഇതാണ് പുസ്തകം കേട്ടോ. ഇതാണ് ഗണിത മഞ്ജരി എന്നാണ് കേട്ടോ. ഗണിത മഞ്ജരി, അതിൻ്റെ 2ാമത്തെ പാഠമാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. എന്താ കുഞ്ഞുങ്ങളെ പാഠത്തിൻ്റെ പേര്? ഇൻട്രഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽ. പാഠത്തിൻ്റെ പേര് കണ്ടോ, ഇൻട്രഡക്ഷൻ ടു ലീനിയർ പോളിനോമിയൽ. ഈ പോളിനോമിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? പോളിനോമിയൽ ഉണ്ടോ കുഞ്ഞുങ്ങളെ? പോളിനോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? കറക്റ്റ് പോളിനോമിയലിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പോളിനോമിയൽ എന്നാൽ, പോളി എന്നാൽ മെനി എന്നാണ് അർത്ഥം. പോളി എന്നാൽ എന്താ കുഞ്ഞുങ്ങളെ അർത്ഥം? ഇതൊന്ന് അറിയണേ. പോളി എന്നാൽ മെനി, ഒരുപാടുണ്ടെന്ന് പറയത്തില്ലയോ? നോമിനൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ടേംസ് അല്ലെങ്കിൽ പാർട്ട് അല്ലേ? മെനി ടേംസ്, ഒരുപാട് ടേംസുകൾ ചേരുന്നതിനെയാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ടെസ്റ്റിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് പോളിനോമിയൽ. ലെറ്റ്സ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റ് ഓഫ് ആൽജിബ്രിക് എക്സ്പ്രഷൻ ആൻഡ് ടേംസ്. എന്താ നിങ്ങളെ ആൽജിബ്രിക് എക്സ്പ്രഷൻ ആൻഡ് ടേംസ്? എന്താ ഈ ആൽജിബ്രിക് എക്സ്പ്രഷൻ? ആ പാഠവും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാ അല്ലേ? പോളിനോമിയൽ പഠിച്ചതാ, ആൽജിബ്രിക് എക്സ്പ്രഷൻ പഠിച്ചതാ, കുറേയൊക്കെ നമുക്കറിയാം അല്ലേ? അതൊക്കെ നമുക്ക് കുറേ അറിയാവുന്നതാ അല്ലേ? അതായത് ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചാൽ, ആൽജിബ്രിക് എക്സ്പ്രഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾസ് കണക്റ്റഡ് ബൈ സം or all basic operations like a plus minus division into. വല്ലോ മനസ്സിലായോ? നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷനിലെ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റൻറ്റും വേരിയബിള് കേട്ടോ, കണക്റ്റഡ് ബൈ സം ഓർ ഓൾ ബേസിക് ഓപ്പറേഷൻസ്. എന്താന്ന് വെച്ചാൽ പറയട്ടെ. ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള തിയറമാണ് കുഞ്ഞുങ്ങളെ. ഇത് നമുക്ക് തിയറത്തിനേക്കാൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാ അറിയണ്ടേ കേട്ടോ. ആൽജിബ്രിക് എക്സ്പ്രഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾസ് കണക്റ്റഡ് ബൈ സം ഓർ ആൾ ബേസിക് ഓപ്പറേഷൻസ് ലൈക്ക് പ്ലസ് മൈനസ് ഡിവിഷൻ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോന്ന് അറിയത്തില്ല. ഞാനത് അതായത് ഒരു എക്സാമ്പിൾ പറയാം കുഞ്ഞുങ്ങളെ. 4x + 7. 4x + 7. ഇതിനകത്തിലെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് നമ്പറുകളുണ്ടല്ലോ, മനസ്സിലായോ? ഈ ഇംഗ്ലീഷ് അതായത് ലെറ്റർ നമ്പർ എന്ന് പറയും. ഈ ലെറ്റർ നമ്പർ ഉണ്ടല്ലോ, ലെറ്റർ നമ്പറിനെ നമ്മൾ പറയുന്ന പേര് വേരിയബിൾ എന്നാണ്. ആദ്യമായിട്ട് പോളിനോമിയൽ പഠിക്കുന്നതും അതല്ല കേട്ടിട്ടുണ്ടെങ്കിലും ഓക്കെ കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നമ്മളിപ്പോൾ എക്സും വൈയും ഇസഡും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏത് നമ്പർ അല്ലേ, ലെറ്റർ നമ്പർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിനെ പറയുന്ന പേരാണ് ലെറ്റർ നമ്പർ എന്ന് നമ്മൾ ഇനിയും അത് മാറ്റി വേരിയബിൾ എന്ന് വേണം പറയാൻ. മനസ്സിലായോ? ആ വേരിയബിളിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 4. ആ വാക്ക് കേട്ടോണേ കുഞ്ഞുങ്ങളെ. ഇവിടെ 4x എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നല്ലപോലെ നോക്കണേ. ഞാനൊന്നുകൂടെ പറയാം, ടേംസ് പഠിപ്പിക്കാൻ വേണ്ടി സ്ഥലം ഇട്ടിരുന്ന. എന്നാലും നോക്കിക്കേ, ഇപ്പോൾ 4x എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? വേരിയബിളാണ്. എക്സ് എന്ന് പറയുന്ന വേരിയബിളാണ്. ഈ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആരാ? 4. അപ്പോൾ എക്സിൻ്റെ എന്താണ് 4? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 4. അപ്പോൾ അത് പഠിച്ചല്ലോ. കോഎഫിഷ്യൻ്റ് എന്താണ്, വേരിയബിൾ എന്താണെന്ന് പഠിച്ചല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങളെ?
മനസ്സിലായോ? ഇപ്പോൾ 4x എന്ന് വെച്ചാൽ എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 4. മനസ്സിലായോ? അപ്പോൾ 5y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് 5. y എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിൾ ആണ്. 5 എന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമുക്ക് ഈ 4നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടും പറയാം. എന്താണെന്നറിയോ? അതൊരു നമ്പർ, അതിന് ഒരു മാറ്റവും വരത്തില്ല. അതുകൊണ്ടല്ലേ അതിനെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? കോഎഫിഷ്യൻ്റ് ആണ്, നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിലും പറയാം. എന്താ? ആ 4ന് ഒരു മാറ്റവും വരുന്നുണ്ടോ? പക്ഷെ വേരിയബിൾ മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള വേണേ കൊടുക്കാം. എക്സോ വൈയോ സെഡോ എയോ ബിയോ സിയോ ഇല്ലയോ ഏത് വേണമെങ്കിലും കൊടുക്കാം. വേരിയബിളിന് മാറ്റം വരാം. പക്ഷേ ഇതിന് നമ്മൾ കോഎഫിഷ്യൻ്റ് നിങ്ങളങ്ങ് പഠിക്കട്ടോ. ഇതൊക്കെ വേരിയബിൾ ഒന്നും ഇല്ലാതെ കിടക്കുന്ന നമ്പറാണ് കോൺസ്റ്റൻ്റ്. വേരിയബിൾ വല്ലതും ഉണ്ടോ നോക്കിയേ. 7 എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഇംഗ്ലീഷ് അക്ഷരം വല്ലതും കൊടുത്തിട്ടുണ്ടോ നോക്കിയേ. അതായത് വേരിയബിൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതെന്താ? കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലാവുന്ന നിങ്ങളെ ഇപ്പം ഞാൻ പറയാം 3x + 6 എന്ന് പറയാം. മനസ്സിലാക്കണേ. അപ്പം 3 എന്ന് പറയുന്ന ആരാ? ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ആണ്. പഠിച്ചോണേ നിങ്ങളെ, കോഎഫിഷ്യൻ്റ് ആണ്. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ വേരിയബിൾ ആണ്. കണ്ടോ? ഈ പ്ലസ് എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താവും നിങ്ങൾ ഇവിടുത്തെ? അത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബേസിക് ഓപ്പറേഷൻ. നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സൈനുകൾ. അതായത് ഇവിടെ കൊടുത്തല്ലോ, പ്ലസ്സോ മൈനസോ ഡിവിഷനോ ഇൻറ്റോ ഏതെങ്കിലും വന്നാൽ കേട്ടോ, നമ്മളത് പഠിച്ചല്ലോ. ആൽജിബ്രിക് എക്സ്പ്രഷൻ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾസ് കണക്റ്റഡ് ബൈ സം ഓർ ആൾ ബേസിക് ഓപ്പറേഷൻ, അല്ലെ മാത്തമാറ്റിക് ഓപ്പറേഷൻസ്. ഏതൊക്കെ ഈ സൈനുകൾ വരുന്നതിനെ നമ്മൾ എന്താ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസോ അല്ലെ ബേസിക് ഓപ്പറേഷൻസോ എന്നോ ആണ് ഈ സൈന് പറയുന്നത് കേട്ടോ. സൈൻ ഇതെന്താണ്? ഏത് നമ്പർ വേരിയബിൾ ഒന്നും തരാതെ ഈ നമ്പർ വരുന്നതിനെ കോൺസ്റ്റന്റ് എന്നും പറയുന്നു. ഇനി പറയണോ? അത് അറിയാമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. വേരിയബിൾ എന്താണ്, കോഎഫിഷ്യൻ്റ് എന്താണ് പഠിച്ചല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾ അതിനകത്ത്? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അത്രയും ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് പിടികിട്ടിയല്ലോ. എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത്? കോൺസ്റ്റന്റ്. നമുക്കറിയാം കോൺസ്റ്റന്റ് ഇംഗ്ലീഷ് നമ്പറുകളൊന്നും തന്നില്ലെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പറയുന്നതാണ് വേരിയബിൾ കേട്ടോ. പിന്നെ ഈ സൈനുകൾ അല്ലെ, ബേസിക് ഓപ്പറേഷൻസ് അല്ലെ മാത്തമാറ്റിക് ഓപ്പറേഷൻ, ഇതൊക്കെ ചേരുന്നതെല്ലാം കൂടെ ചേരുമ്പോഴാണ് എന്താവുന്നത്? അതൊരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ആവുന്നത് കണ്ടോ. ഇതൊരു ആൽജിബ്രിക് എക്സ്പ്രഷൻ. 4x + 7. 4 എന്ന് വെച്ചാൽ കോഎഫിഷ്യൻ്റ് ആണ്, എക്സ് എന്ന് വെച്ചാൽ വേരിയബിൾ ആണ്, പ്ലസ് എന്ന് വെച്ചാൽ ബേസിക് ഓപ്പറേഷൻ മാത്തമാറ്റിക് ഓപ്പറേഷൻ ആണ്, 7 എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇത് ഇത്രയും ചേർന്ന എന്താണ്? ആൽജിബ്രിക് എക്സ്പ്രഷൻ ആയി. അപ്പോൾ നമ്മൾ അത് പഠിച്ചു, സംശയമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് ടേംസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് എന്താ? നമ്മൾ പോളിനോമിയലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്നാൽ എന്ത് അല്ലേ? അല്ലെ ലീനിയർ പോളിനോമിയലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ആൽജിബ്രിക് എക്സ്പ്രഷനും ടേംസും എന്താണെന്നാണ്. ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിക്കൊണ്ടേ നിങ്ങൾ എന്തൊക്കെ തങ്ങളിൽ ചേരുന്നതാണ് കേട്ടോ. എന്താണ്? കോൺസ്റ്റന്റ് വേണം, കോഎഫിഷ്യന്റ് വേണം, വേരിയബിൾ വേണം, മാത്തമാറ്റിക് ഓപ്പറേഷൻ വേണം, അതല്ലേ ബേസിക് ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഈ സൈനുകളാണ് കേട്ടോ. ഇതൊക്കെ നോക്കി ഇതെല്ലാം 4 എണ്ണോ നട ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഇനി നമുക്ക് ടേംസ് എന്നാൽ എന്തെന്ന് പഠിക്കാം. എന്താണോ നിങ്ങളെ ടേംസ്? വേരിയസ് പാർട്ട് ഓഫ് ആൽജിബ്രിക് എക്സ്പ്രഷൻ സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് ഓപ്പറേഷൻസ് ആർ കാൾഡ് ടേംസ്. വല്ലതും പിടികിട്ടിയോ? പോളിനോമിയൽസിൻ്റെ ടേംസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. അതായത് വേരിയസ് പാർട്ട് ഓഫ് ആൽജിബ്രിക് എക്സ്പ്രഷൻ സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് ഓപ്പറേഷൻസ് ആർ കാൾഡ് ടേംസ്. വല്ലതും പിടികിട്ടിയോ? നമുക്ക് നോക്കാം. അതായത് ഇപ്പം നമ്മൾ ടേംസ് എന്ന് പറയാം. ഇതങ്ങ് എഴുതണ്ടേ നിങ്ങൾ? എന്താണ് ടേംസ് കേട്ടോ. നമ്മൾ ആദ്യമേ പഠിച്ച ഓർത്തോണേ, ഇതിനകത്ത് ആൽജിബ്രിക് എക്സ്പ്രഷനും ടേംസ് പറഞ്ഞിരിക്കണം. നമ്മൾ ആദ്യം പഠിച്ച ആൽജിബ്രിക്കാണ്. ആൽജിബ്രിക്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് പഠിച്ചു കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കുന്ന ടേംസുകളാണ്. എന്താവും നിങ്ങൾ ഈ ടേംസ്? ഞാനത് എഴുതിയെന്ന് തോന്നുന്നു. ഓക്കെ, അതാണ്ടാവും നിങ്ങളെ. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു പോളിനോമിയലിനെ മെനി ടേംസ്. പോളിനോമിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി ടേംസുകളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിനോമിയൽ. ഈ പോളിനോമിയൽ പല തരത്തിലുള്ള പോളിനോമിയൽ ഉണ്ട്. പഠിച്ചോണേ കുഞ്ഞുങ്ങളെ, പല തരത്തിലല്ലേ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിനോമിയൽ. മൊണോമിയൽ എന്താ? ഒരു ടേംസ് ഉള്ളത്. ടേംസ് എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. ഒരു ടേംസ് ഉള്ളതിനെ മൊണോമിയൽ, 2 ടേംസ് ഉള്ളതിനെ ബൈനോമിയൽ. കഴിഞ്ഞ വർഷം പഠിച്ചതായതുകൊണ്ടാണ് എനിക്ക് സ്പീഡിൽ പോകുന്നത്. 3 ടേംസ് ഉള്ളതിനെ ട്രൈനോമിയൽ. ഇനി 4 ടേംസ് ആണെങ്കിൽ അതിനെ
ക്വാഡ്രീനോമിയൽ കേട്ടോ. 4 ടൈംസ് ഉള്ളത് അതുകൂടെ പഠിച്ചു വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോളിനോമിയൽ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് പോളിനോമിയൽ ആണ് കേട്ടോ, അതിൻ്റെ ബേസ് ആണിത്. അതായത് ടൈപ്പ് ഓഫ് പോളിനോമിയൽ, ഒരു ടേംസ് എന്നാൽ എന്താണെന്ന് ഞാനിപ്പോൾ പറയാം നിങ്ങളെ. അതിൽ ഒരു ടേംസ് ഉള്ളതിനെ മൊണോമിയൽ, 2 ടേംസ് ഉള്ളതിനെ ബൈനോമിയൽ, 3 ടേംസ് ഉള്ളതിനെ എന്താ ട്രൈനോമിയൽ, പിന്നെന്താ 4 ടേംസ് ഉള്ളതിനെ ക്വാഡ്രീനോമിയൽ കേട്ടോ. ക്വാഡ്രീനോമിയൽ മോർ ദാൻ 3 ടേംസ് പോളിനോമിയൽ കോമ്പിനേഷൻ ഓഫ് ടേംസ്. അതായത് ഇനി 4ൽ കൂടുതലുള്ളതിനെ നമുക്ക് എന്ത് പറയാം? കാരണം 4 വരെ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഇനി 4 മോർ ദാൻ 4 ടൈംസ് ഉള്ളതിനെ പോളിനോമിയൽ എന്ന് പറയുന്നു കേട്ടോ. 1 ടേംസ് ഉള്ളതിനെ മൊണോമിയൽ, 2 ടേംസ് ഉള്ളതിനെ ബൈനോമിയൽ, 3 ടേംസ് ഉള്ളതിനെ ട്രൈനോമിയൽ, 4 ടേംസ് ഉള്ളതിനെ ക്വാഡ്രീനോമിയൽ. ഇനി 4ൽ കൂടുതലുള്ളതിന് ഒക്കെ പേരുകൾ കാണും, പക്ഷേ അതിന് മൊത്തത്തിൽ നമുക്ക് പോളിനോമിയൽ എന്നങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. മോർ ദാൻ 4 ടൈംസ് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വയ്ക്കുക ഇതൊക്കെ. ഇനി നമ്മൾ ഈ ടേംസ് എന്നാൽ എന്തെന്ന് പഠിച്ചായിരുന്നോ? ഇനി നോക്കൂ നിങ്ങൾ. എന്താണ് ഇപ്പം 4 എന്ന് പറഞ്ഞാൽ അതൊരു ടേംസാണ് കേട്ടോ. കാരണം ഇതിനെന്താ, ഇതിനൊരു സൈനും വന്നിട്ടില്ല ഉണ്ടോ. ഇനി ഞാൻ പറയട്ടെ, ഇപ്പം 4x എന്ന് പറഞ്ഞാൽ ഒരു ടേംസാണ്. നോക്കിക്കോണോ നിങ്ങളെ, ഇത് ഒരു ടേംസാണ്. ഇവിടെ സൈൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് ഒരു ടേംസാണ്. അപ്പോൾ ഈ ഒരു ടേംസ് ഉള്ളതിനെ നമ്മൾ എന്താ പറഞ്ഞത്? മൊണോമിയൽ എന്ന് പറഞ്ഞു. വെള്ളത്തെ നോക്കിക്കോണേ, മൊണോമിയൽ കേട്ടോ. ഇനി ഞാൻ പറയാം 4x + 5 നോക്കിക്കേ. ഇതിനാണ് നമ്മൾ ടേംസ്. ഇത് ഒരെണ്ണേ ഉള്ളൂ, ഒരു ടേംസ് കേട്ടോ. എന്താണ് ടേംസ് എന്ന് നമ്മൾ പഠിച്ച വേരിയസ് പാർട്ട് ഓഫ് എന്താ ആൾജിബ്രിക് എക്സ്പ്രഷനിൽ എന്താ സെപ്പറേറ്റ് ബൈ പ്ലസ് ഓർ മൈനസ്. ഇവിടെ നോക്കിയോ നിങ്ങൾ, സെപ്പറേറ്റ് ബൈ പ്ലസ് ഓർ മൈനസ്. നോക്കി, ഇവിടെ സെപ്പറേറ്റ് ചെയ്തു, ഇവിടെ ഒരു പ്ലസ് സെപ്പറേറ്റ് ചെയ്തു അല്ലേ, ഇവിടെ ഒരു പ്ലസ് വന്നു. അപ്പോൾ എന്താ, ഇതൊരു ടേംസ് ആണ്, ഇതും ഒരു ടേംസ് ആണ്. അപ്പം 2 ടേംസ് വന്നില്ലേ? ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു ടേംസ്. 4x ആയപ്പോൾ ഒരു ടേംസ് കേട്ടോ. മൊണോമിയൽ ഒരു ടേംസ്. ഇനി എക്സ് എന്ന് പറഞ്ഞാലും ഒരു ടേംസാണ്. ഇതിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഇപ്പം എക്സ് എന്ന് പറയുക, അതെന്താ ഒരെണ്ണേ ഉള്ളൂ അല്ലേ. അവിടെ സൈൻ വല്ലതും ഉണ്ടോ? നിങ്ങൾ ആ സൈൻ നോക്കിയാൽ ആ ക്ലൂ അടിച്ചാൽ മതി കേട്ടോ. ഇനി അതുപോലെ തന്നെ ഞാൻ പറയാം 8y എന്ന് പറയാം. 8y എന്ന് വെച്ചാൽ അതിന് സൈൻ പറഞ്ഞിട്ടില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് മൊണോമിയലാണ്. ഇനി 6 എന്താ എ എന്ന് പറയാം, 6a, അതും എന്താണ്? ഒരു മൊണോമിയലാണ്, ഒരെണ്ണേ ഉള്ളൂ, സൈൻ ഇല്ല. ഇനി 8 എന്ന് പറഞ്ഞാലും എന്താണ്? അതൊരു മൊണോമിയലാണ് കേട്ടോ. ഒരു ടേംസ് മാത്രമേ ഉള്ളൂ കണ്ടോ. ഇനി ഞാൻ പറയുക 2 ടേംസ്, 2 ടേംസ് ഉള്ളതിനെ ഇപ്പം പറഞ്ഞു എന്താണ്? ബൈനോമിയൽ എന്നാണ്. ബൈനോമിയൽ കണ്ടോ, 2 എണ്ണം ഉണ്ട്, ബൈനോമിയൽ. അതായത് ഇപ്പം ഞാൻ പറയാം 2x + 6, ഇവിടെ ഒരു ടേംസ് ഉണ്ട്, ഇവിടെ ഒരു ടേംസ്. നോക്കി, 2 ടേംസ് കണ്ടോ. ഇനി 8 + 6 എന്ന് പറഞ്ഞാലും എന്താ? ഇവിടെ നോക്കിയേ 2 ടേംസ് ഉണ്ട് കേട്ടോ. ഇനി എന്താ 4 എന്താ y + 6 എന്നോ, ഓക്കെ 2 കണ്ടോ. മനസ്സിലാക്കണേ, 6y + 8 നോക്കിയേ 2 കണ്ടോ. ആ സൈൻ നോക്കിയാൽ അതൊക്കെ ഇവിടെ ഒരു സൈൻ. അപ്പം 2 ടേംസ് കണ്ടോ, 2 അങ്ങനെ 2 എണ്ണം ഉള്ളതിനെ ബൈനോമിയൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതാ? ഇപ്പം നോക്കിയേ 4x + 8y + z. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരു ടേംസ്, ഇവിടെ ഒരു ടേംസ്, ഇവിടെ ഒരു ടേംസ്. 3 ടേംസ് വന്നാൽ അതിനെ എന്താണ്? ട്രൈനോമിയൽ കേട്ടോ. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. 3 എണ്ണമുള്ള നമ്മുടെ ടെസ്റ്റ് കുറേ പറയുന്നുണ്ട് കേട്ടോ. 3 എണ്ണം ഉണ്ട്, മനസ്സിലാക്കണേ. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ 6y + 8x + 5 കണ്ടോ, 1 2 3 കേട്ടോ. 3 എണ്ണം വന്നില്ലയോ? മനസ്സിലായോ? അതിനെ നമ്മളെന്താ? ട്രൈനോമിയൽ. അങ്ങനെയാണെങ്കിൽ 4 എണ്ണം വരുന്നതിന് എന്താ? 8y + 8x + 6 പിന്നെ z + 9. നോക്കിയേ, 1 2 3 4. നിങ്ങളൊക്കെ ഇതൊന്ന്, ഇത് 2, ഇത് 3, ഇത് 4 കണ്ടോ. 4 എണ്ണം വന്നു. 4 ടേംസ് എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടിയോ? ഇത് ഒരു ടേംസ്, ഇവിടെ നോക്കിയോ 1 2 ടേംസ്, ഇവിടെ 1 2 3 ടേംസ്, 1 2 3 4 ടേംസ്. 4 ടേംസ് വരുന്നതിന് എന്താ പറയുന്നത്? ക്വാഡ്രീനോമിയൽ. പോളിനോമിയൽ ആണ് നമ്മൾ പഠിക്കുന്നത്. പലതരത്തിലുള്ള പോളിനോമിയൽ ഉണ്ടെന്ന് പറഞ്ഞു. മൊണോമിയൽ എന്ന് വെച്ചാൽ ഒരു ടേംസ് എന്നാൽ എന്തെന്ന് അറിയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ടേംസ് എന്ന് വെച്ചാൽ എന്താന്ന് നല്ലപോലെ അറിയണേ കേട്ടോ. ഇപ്പം 8y + 6 എന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ എത്ര ടേം ഉണ്ട്? 2 ടേം കേട്ടോ. 2 ടേംസ് എന്താണെന്ന് പഠിച്ചല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് പഠിച്ചത്, ഇപ്പം ടേംസ് ആണ്. ഈ ടേംസിനെ നമ്മൾ പലതരത്തിൽ തിരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കിയ സംശയമുണ്ടോ? ഓരോ ടേംസും മൊണോമിയൽ, ട്രൈനോമിയൽ കേട്ടോ.
എന്തെങ്കിലും സംശയമുണ്ടോ? ആൽജിബ്രിക് എക്സ്പ്രഷനിൽ നമ്മൾ പഠിച്ച എന്തായിരുന്നു? കോഎഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റും വേരിയബിളും മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും കൂടി കമ്പൈൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ആൽജിബ്രിക് എക്സ്പ്രഷൻ അല്ലേ. ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടേംസ് എന്താണെന്ന് നമുക്കറിയാം. ആ ടേംസിനെ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ തിരിച്ചു. എന്താ, ഒരു ടേം ഉള്ളത്, 2 ടേം ഉള്ളത്, 3 ടേം ഉള്ളത് എന്നിങ്ങനെ നമ്മൾ പല രീതിയിലും നമ്മൾ തിരിച്ചു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇനി നമുക്ക് അടുത്തെടുക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങളെ? ഇല്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? ഡിഗ്രി ആണ് കുഞ്ഞുങ്ങൾ. എന്താ? ഡിഗ്രി. ഡിഗ്രി നമ്മൾ +2 ജയിച്ചതിന് ശേഷം അല്ലേ എന്നൊരു ചോദ്യം വരത്തില്ലയോ? ഇല്ലയോ? ഇനി നമ്മൾ പഠിക്കുന്നത് ഡിഗ്രീസ് ഓഫ് ദ പോളിനോമിയലാണ്. എന്താ? ഡിഗ്രി. നമുക്ക് ടെസ്റ്റിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം. അതിനുമ്പ് ഈ ബേസ് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം പിടികിട്ടും, എന്തുവാന്ന് എളുപ്പം പിടികിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് എടുത്തത്. ഡിഗ്രീസ് ഓഫ് ദ പോളിനോമിയൽ. നോക്കൂ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് ആ ഹെഡിങ് കൊടുക്കാം. ഞാനിവിടെ അത് എഴുതിയെന്ന് തോന്നുന്നു അല്ലേ, നോക്കട്ടെ നിങ്ങളിവിടെ. അതെ, ഡിഗ്രീസ് ഓഫ് ദ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഞാൻ നേരത്തെ എഴുതിയാണ്. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ദ പോളിനോമിയൽ. മുമ്പ് നമ്മളെ ടേംസിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് എഴുതിയിട്ടാണ്. എന്തായി ഡിഗ്രീസ് ഓഫ് ദ പോളിനോമിയൽ? എന്താവും നിങ്ങൾ നോക്കിയേ, ദ ഡിഗ്രീസ് ഓഫ് പോളിനോമിയൽ ഈസ് ഹയസ്റ്റ് ഓർ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഇൻ പോളിനോമിയൽ എക്സ്പ്രഷൻ. അതായത് ദ ഡിഗ്രി ഓഫ് പോളിനോമിയൽ ഈസ് ഹയസ്റ്റ് ഓർ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഇൻ പോളിനോമിയൽ എക്സ്പ്രഷൻ. ടൈപ്പ് ഓഫ് പോളിനോമിയൽ ബേസ്ഡ് ഓൺ ഡിഗ്രി ഓഫ്. അതായത് എന്താണ് ഡിഗ്രി? ഡിഗ്രീസ് ഓഫ് പോളിനോമിയൽ ഈസ് എ ഹയസ്റ്റ് ഓർ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് വേരിയബിൾ. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറയാം. ഇവിടെ നോക്കണേ നിങ്ങൾ. ഇവിടെ ഞാൻ 8x എന്ന് പറയാം. ഇതിനകത്ത് പറഞ്ഞ ഡിഗ്രി ഓഫ് പോളിനോമിയൽ എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഓർ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് വേരിയബിൾ. ഇവിടുത്തെ വേരിയബിൾ ഇതല്ലേ, എക്സ് അല്ലേ, ഇല്ലേ? ഈ എക്സിൻ്റെ വേരിയബിൾ എത്ര ആവും നിങ്ങളെ? ഇവിടെ എക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 ഇല്ലേ? എക്സിൻ്റെ അർത്ഥം എന്താ? 1 അല്ലേ? അപ്പോൾ അവിടുത്തെ നോക്കിയേ 8 വേരിയബിൾ ആണ്, കോഎഫിഷ്യൻ്റ് അല്ല, വേരിയബിൾ. ഈ വേരിയബിളിൻ്റെ പവർ അല്ലേ, പവർ എത്ര? ഇവിടെ 1 ആണ് അല്ലേ? അപ്പം നമ്മൾ ഇതിനെ 1 പോളിനോമിയൽ വിത്ത് 1 ഡിഗ്രി എന്നാ പറയുന്നത്. എന്താ? ഒരെണ്ണേ ഉള്ളെങ്കിൽ അതിനെ പോളിനോമിയൽ വിത്ത് ഡിഗ്രി 1, അതിനെ നമ്മൾ പറയുന്നത് ലീനിയർ പോളിനോമിയൽ എന്നാണ്. മനസ്സിലാക്കണേ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ ഇപ്പോൾ പറയാം 9y എന്ന് പറയാം. അപ്പം വൈയുടെ വാല്യൂ എത്ര? 1 അല്ലേ? ഒരു വൈ അല്ലേ? അപ്പോൾ 1 വരുന്ന എന്താ പറയുന്നത്? ലീനിയർ പോളിനോമിയൽ. നമ്മുടെ പാഠത്തിൻ്റെ പേര് ഇൻട്രഡക്ഷൻസ് ടു ലീനിയർ പോളിനോമിയൽ എന്നാണ്. കണ്ടോ? അപ്പം ഒരു വേരിയബിളിൻ്റെ വാല്യൂ 1 വരുന്നത് കേട്ടോ. മനസ്സിലാക്കണേ നിങ്ങളെ. ദ ഡിഗ്രി ഓഫ് പോളിനോമിയൽസ് ഈസ് ഹയസ്റ്റ് ഓർ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഇൻ പോളിനോമിയൽ എക്സ്പ്രഷൻ. അത് ടൈപ്പ് ഓഫ് പോളിനോമിയൽ ബേസ്ഡ് ഡിഗ്രി ഓഫ് പോളിനോമിയലിൻ്റെ ഒന്നാമത് നമ്മൾ പഠിക്കുന്നത് ലീനിയർ പോളിനോമിയൽ, അതായത് പോളിനോമിയൽ വിത്ത് ഡിഗ്രി 1 വരുന്നത്. മനസ്സിലാക്കണേ, ഡിഗ്രി 1 വരുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഡിഗ്രി 2 വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 8x² പ്ലസ് 6 എന്ന് ഞാൻ പറയാം. ഇവിടുത്തെ വേരിയബിൾ നോക്കിക്കേ, എക്സ് അല്ലേ? വേരിയബിൾ ഇവിടെ എക്സ് അല്ലേ? എക്സിൻ്റെ പവർ നോക്കിയാൽ എത്രയാണ്? 2. മനസ്സിലാക്കണേ, 2. അങ്ങനെ വേരിയബിളിൻ്റെ പവർ 2 വരുന്നതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ഓരോന്ന് ഓർത്തോണേ. ഡിഗ്രി 2 വരുന്നതിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നു. മനസ്സിലാക്കണേ. ഇപ്പം ഒരു എക്സാമ്പിള് എങ്ങനെ എഴുതാം ക്വാഡ്രാറ്റിക്കിന്? ഏതാണ്ട് ഇപ്പം ഇനി നോക്കണേ, 2x² മൈനസ് 5x പ്ലസ് 3. കണ്ടോ? ഇവിടുത്തെ വേരിയബിൾ ഏതൊക്കെയാ? ഇതും വേരിയബിളാ, ഇതും വേരിയബിളാ അല്ലേ? ഇതിന് വേരിയബിൾ ഇല്ലല്ലോ, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതും വേരിയബിളാ, ഇതും വേരിയബിളാ. ഈ വേരിയബിളിൻ്റെ ഇനി എത്ര വേരിയബിൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഹയസ്റ്റ് പവറാണ്. ഇവിടെ നോക്കി, എക്സിൻ്റെ വില എത്ര? 1. അപ്പം അത് 1. ഇതോ 2. അപ്പോൾ ഹയസ്റ്റ് പവർ എത്ര? 2. കണ്ടല്ലോ? അപ്പോൾ പിടികിട്ടിയോ? മനസ്സിലായോ? ഇപ്പോൾ 6x² പ്ലസ് 8x പ്ലസ് 6x ഇങ്ങനെ ഞാൻ പറയുക. അപ്പോൾ ഈ എക്സിൻ്റെ വില എത്ര കുഞ്ഞുങ്ങളെ? 1 ആണ്. ഇവിടെ എക്സിൻ്റെ വില 1 ആണ്. ഇവിടെ എക്സിൻ്റെ വില 2. അപ്പോൾ ഹയസ്റ്റ് ഏതാണ്? 2. ഇപ്പോൾ പിടികിട്ടിയോ? ഇങ്ങനെ 2 ഉള്ളതിന് പറയുന്ന ഡിഗ്രി 2 വരുന്നതിന് പറയുന്ന പേരാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇപ്പോൾ പിടികിട്ടിയോ? ഇനി അടുത്ത പോളിനോമിയൽ വിത്ത് ഡിഗ്രി 3 വരുന്നതിന് എന്താ പറയുന്നത്? എന്താ കുഞ്ഞുങ്ങളെ? 3. അതായത് ഇപ്പം ഞാൻ പറയാം 6x³ പ്ലസ് 6x പ്ലസ് 8 എന്ന് പറയാം. നോക്കിയേ, വേരിയബിൾ ഏതാ? എക്സ്. കണ്ടോ? വേരിയബിളിൻ്റെ പവറാണ് എടുക്കുന്നത് കേട്ടോ. ഈ എക്സ് ഇവിടെ നോക്കിക്കേ, ഇവിടെ 3. ഈ എക്സ് എത്ര? 1. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പവർ എത്ര? 3.
മനസ്സിലായോ? ഇപ്പം ഞാൻ വേറെ എക്സാമ്പിൾ ഞാൻ തരാം, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ പറയുന്നേ ഉള്ളൂ. അങ്ങനെ വേരിയബിളിൻ്റെ പവർ, ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കുക. ഇവിടെ 3 ആണ്. ആ 3 വരുന്നതിനെ നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നു. ഇത് നിങ്ങൾക്ക് ചിലർക്ക് ഇത് കേൾക്കുമ്പോഴേ മനസ്സിലാവും. ഡിഗ്രി, അതായത് പോളിനോമിയൽ വിത്ത് ഡിഗ്രി 1 വരുന്നതിനെ ലീനിയർ പോളിനോമിയൽ, പോളിനോമിയൽ വിത്ത് ഡിഗ്രി 2 വരുന്നതിനെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, പോളിനോമിയൽ വിത്ത് ഡിഗ്രി 3 വരുന്നതിനെ ക്യൂബിക് പോളിനോമിയൽ കേട്ടോ. ഇനി പോളിനോമിയൽ വിത്ത് ഡിഗ്രി 4 ആണെങ്കിൽ 4 ഇപ്പം നോക്കിക്കേ, 8x² പ്ലസ് 6x 3a പ്ലസ് 5y 4 പ്ലസ് 6. ഇത് തന്നിരുന്ന വേരിയബിൾ നോക്കിയേ, ഇത് വേരിയബിളാ, ഇത് വേരിയബിളാ, ഇത് വേരിയബിളാ. ഈ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. ഹയസ്റ്റ് പവർ ഏതാ? 4. കണ്ടോ? ഇങ്ങനെ 4 വരുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. ബൈ ക്വാഡ്രാറ്റിക് എന്ന് വെച്ചാൽ എന്താ? 2. ഡിഗ്രി 2 വരുന്നതിനെയാണ് ക്വാഡ്രാറ്റിക്, 4 വരുന്നതിനെ ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ടെസ്റ്റിലുണ്ട് കേട്ടോ, ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയും. പിടികിട്ടണേ നിങ്ങളെ, ഇതിലും എന്താ താഴോട്ട് ഈ കണക്ക് പോയില്ല കേട്ടോ. ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനിയും നോക്കിയേ, ഡിഗ്രി 0 ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നോക്കൂ നിങ്ങളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം a⁻0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? a⁻0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അത് a⁻0 എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1 എന്നാണ് കേട്ടോ. ഇപ്പം x⁻0 കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച x⁻0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 ആണ്. മനസ്സിലാക്കണേ, 1 ആണ് കേട്ടോ. ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. x⁻0 a⁻, ഇതൊക്കെ ഒന്ന് ബോക്സ് ഒക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. 1 ആണ് കേട്ടോ. പോളിനോമിയൽ വിത്ത് ഡിഗ്രി 0 വരുന്നെങ്കിൽ കേട്ടോ, പോളിനോമിയൽ വിത്ത് ഡിഗ്രി, ഇപ്പം എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡിഗ്രി 0 ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതെന്താണ്, അതിന് പറയുന്ന പേരെന്താണെന്ന് ചോദിക്കും. അതിന് പറയുന്ന പേര് ഇത് 1 മാർക്കിന് ചോദിക്കും കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ അതിന് പറയുന്നത്? പോളിനോമിയൽ വിത്ത് ഡിഗ്രി 0 വരുന്നതിനെ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്നാണ് പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ? കോൺസ്റ്റന്റ് പോളിനോമിയൽ. അപ്പം നമ്മൾ ഡിഗ്രിയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്നാൽ എന്തെന്ന് പഠിച്ചു, രണ്ടാമത് ടേംസ് എന്നാൽ എന്തെന്ന് പഠിച്ചു, മൂന്നാമത് ഡിഗ്രി ഓഫ്, അതായത് ഹയസ്റ്റ് പവർ ഓഫ് എ വേരിയബിൾ. വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവറിനെ പറയുന്ന ഹയസ്റ്റ് പവറാണ് നമ്മളിത് നോക്കുന്നത്. ഹയസ്റ്റ് പവർ 1 വരികയാണെങ്കിൽ ലീനിയർ പോളിനോമിയൽ, 2 വരികയാണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, 3 വരികയാണെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ, 4 വരികയാണെങ്കിൽ ബൈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇനി 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ്. അവിടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ, എടുത്തെടുത്ത് ഞാൻ പറയാം. 0 ഡിഗ്രി വരുന്നതിനെ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? എത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തെടുക്കാം. ഓക്കെ ആണല്ലോ? നോക്കി നിങ്ങളെ, ഇനി നമുക്ക് ടെസ്റ്റ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ ഒക്കെ ആലങ്കാരികമായിട്ടൊക്കെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ്. ലീനിയർ പോളിനോമിയൽ എന്താണെന്നും നമ്മൾ ആൽജിബ്രിക് എക്സ്പ്രഷൻ വെച്ചിട്ട് എങ്ങനെയാ പറയുന്നതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതിനകത്തിലൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജു ഷോപ്പിൽ പോയി അത് സീഡ് ചെയ്ത ബോക്സിലാണ്ട് ഒരു ബോക്സിനകത്തിൽ പെൻസിലും പേനയും, ചുമന്ന ബോക്സിനകത്തിൽ പേനയും നീല ബോക്സിനകത്തിൽ പെൻസിലുമാണ്. സീൽഡ് ബോക്സ് ആണ് കേട്ടോ, അത് പറയുന്നുണ്ട് സീൽഡ് ബോക്സ് ആണ്. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിലോട്ടൊന്ന് മാറ്റാൻ അവർ പറയുന്നതാണ്. സീൽഡ് ബോക്സ് ആണ്. അപ്പം എങ്ങനെ അതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടോ നിങ്ങൾ? അതിനകത്തിൽ ഒന്ന് അറിയാൻ വേണ്ടിയേ ഉള്ളൂ, അല്ലാതെ ചെയ്യാൻ വേണ്ടിയായിട്ടൊന്നുമില്ല. ടെസ്റ്റിനകത്തിലെ ചെയ്തിട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാജു കടയിൽ പോയിട്ട് സീൽഡ് ബോക്സ് ആണ്. 4 ആ പേന എത്ര ഉണ്ടെന്ന് നോക്കി. ഹാവ് 4 പെൻസ് ബ്ലൂ ബോക്സിലും ആണോ, ബ്ലൂവിലാണോ റെഡിലാണോ? റെഡ് ബോക്സിൽ അല്ലേ? അത് ഞാൻ ചെയ്യാം. നോക്കിയോ നിങ്ങളെ, ഇവിടെ നല്ലപോലെ ഒന്ന് നോക്കണേ. അത് നമ്മുടെ രാജു കടയിൽ പോയതാണ്, സീൽഡ് ബോക്സിലാണ് പേന വാങ്ങിയത്. അപ്പോൾ റെഡ് ബോക്സും ഉണ്ട്. അത് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞ ആൽജിബ്രിക് എക്സ്പ്രഷൻ്റെ കാര്യമാണ്. റെഡ് ബോക്സും ഉണ്ട്, ബ്ലൂ ബോക്സും ഉണ്ട് അല്ലേ? ബ്ലൂ ബോക്സും ഉണ്ട്. പിന്നെ റെഡ് ബോക്സ് നോക്കിയാൽ സീൽഡ് ചെയ്തതാണ്. അപ്പം എത്ര എണ്ണം വാങ്ങി എന്ന് നമുക്കറിയത്തില്ല. റെഡ് ബോക്സിൽ എത്ര എണ്ണം വാങ്ങി എന്ന് അറിയത്തില്ല കേട്ടോ. ഏതാ? അതായത് റെഡ് ബോക്സിനെ നമുക്ക് റെഡ് ബോക്സിൽ എന്തായിരുന്നു? പെന്ന് അല്ലേ? പെന്നിന് നമുക്ക് എക്സ് എന്നും കൊടുക്കാം, കാരണം എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. പെൻസിലിന് നമുക്ക് ആൽജിബ്രിക് എക്സ്പ്രഷൻ കേൾക്കുമ്പോഴേ ഈ സംഭവം ഇല്ലയോ, എക്സും വൈയുടെ അല്ലേ? പേനയ്ക്ക് നമ്മൾ എക്സ് എന്നും കൊടുക്കാം, പെൻസിലിന് നമുക്ക് വൈ എന്നും കൊടുക്കാം കേട്ടോ. അപ്പോൾ നോക്കി എത്ര റെഡ് ബോക്സിൽ എത്ര എണ്ണം വരുന്നു? 4 എണ്ണം അല്ലേ? പെന്നല്ലേ? പെന്ന്,
എത്രണ്ണം വാങ്ങി? 4 അല്ലേ? 4 പെൻസ് ഈച്ച്. ഓരോ ബോക്സിലും 4 എണ്ണം വീതം ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ ബോക്സിലും 4 എണ്ണം വീതം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പേന എത്ര? 4. ഒരു ബോക്സിൽ 4 എന്ന് പറയുന്നുണ്ട് കേട്ടോ. 4 ഒരു ബോക്സിൽ 4. അപ്പം എത്രയാണെന്ന് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയുന്നില്ല അല്ലേ? അതുപോലെ തന്നെ പെൻസിൽ എത്ര? ബ്ലൂവിലെ പെൻസിൽ 5 എണ്ണമാണ്. അതും എത്ര വാങ്ങി എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ പിന്നെ പറയുന്നുണ്ട് കേട്ടോ, ഒരു എക്സ്ട്രാ എത്രയും കൂടെ വാങ്ങി. എക്സ്ട്രാ പെൻസില് എത്ര എണ്ണം വാങ്ങി കുഞ്ഞുങ്ങളെ? ഒരു 3 എണ്ണവും കൂടെ എക്സ്ട്രാ വാങ്ങിയെന്നാണ്. ഇതിനെ നിങ്ങൾ എങ്ങനെ എഴുതുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ കുഞ്ഞുങ്ങളെ, 4 × x എന്ന് വെച്ചാൽ 4x. അപ്പം പേന. പിന്നെ എന്താ വാങ്ങി? പെൻസിൽ 5 × y എന്ന് വെച്ചാൽ 5y ആണ് അല്ലേ? പ്ലസ് എക്സ്ട്രാ എന്തുവാ? ഒരു 3 പെൻസിലൂടെ വാങ്ങി. മനസ്സിലായോ? ഇത് ഇത്രയും ഒന്ന് എഴുതി നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. കണ്ടോ എന്തൊക്കെ വാങ്ങി? 4x 5y വാങ്ങിയതെല്ലാം കൂടെ ഈ 3 എണ്ണവും കൂടെ ഒന്ന് പറയുന്നേ ഉള്ളൂ. നമ്മൾ ഇതിലും എളുപ്പത്തിൽ മറ്റേത് പഠിച്ചായിരുന്നു അല്ലേ? 4x + 5y + 3 എന്ന് വെച്ചാൽ ഇത് 3 ടേംസ് ഉണ്ടെന്ന് അവരെന്ന് അറിയാൻ വേണ്ടിയാ അല്ലേ? 4x 5y 3 എന്ന് പറയുന്ന 3 ടേംസ്. അതിലും എളുപ്പത്തിൽ നമ്മൾ ആദ്യമേ പഠിച്ചില്ലേ? ഇല്ല, അതുകൊണ്ട് നമുക്കറിയാമല്ലോ. ടെസ്റ്റിലെ കാട്ടിലെ എളുപ്പം നമ്മൾ മറ്റേ രീതി പഠിച്ചുകൊണ്ട് നമുക്കറിയാം ഇവിടെ എത്ര ടേംസ് ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയാ കേട്ടോ. എത്ര ഉണ്ടെന്ന് അറിയാമല്ലോ? അറിയാമോ? അറിയാം. ഇനി അവർ പറയുന്നത് ഇതിനകത്തിലെ കോഎഫിഷ്യൻ്റ് എന്താണ്, ഇതിനകത്തിലെ കോൺസ്റ്റൻ്റ് ഏതാണ്, ഇതിനകത്തിലെ വേരിയബിൾ ഏതാണെന്നൊക്കെ ഒന്ന് പറയാനാ. നമുക്ക് പറയാനറിയാം അല്ലേ? ഇതെന്താ കുഞ്ഞില്ല? ഇതാണ് ഇവിടുത്തെ വേരിയബിൾ അല്ലേ? ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്? 4 ആണ് അല്ലേ? കോഎഫിഷ്യൻ്റ് 4 ആണ്. വൈ ഇവിടുത്തെ വേരിയബിൾ ആണ്. വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് 5. 3 എന്ന് പറയുന്നത് എന്താണ്? അവിടെ കോൺസ്റ്റന്റ് ആണ് അല്ലേ? നമ്മളിത് നേരത്തെ പഠിച്ചതാണ് അല്ലേ? ഇപ്പം ഇവിടെ എത്ര ടേംസ് ഉണ്ട്? ഒരു ടേംസ്, ഇവിടെ ഒരു ടേംസ്, ഇവിടെ ഒരു ടേംസ്, മൊത്തം 3 ടേംസ് ഉണ്ട്. വേരിയബിൾ നോക്കി കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരു വേരിയബിൾ, ഇതൊരു 2 വേരിയബിൾ ഉണ്ട്. ഇത് നോക്കിയേ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 4 ആണ്, വൈയുടെ കോഎഫിഷ്യൻ്റ് 5 ആണ്, 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു റെക്റ്റാങ്കുലർ ഗാർഡനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഒരു ഗാർഡനെ കുറിച്ച് നിങ്ങൾ ആ ടെസ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? അതായത് ടെസ്റ്റിൽ തന്നെ അതിൻ്റെ പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ഗാർഡൻ ആണ്. ലെങ്ത് L മീറ്റർ, L എന്ന് പറയുന്ന നോക്കണേ, റെക്റ്റാങ്കുലർ ഗാർഡൻ. ഇങ്ങനെ ഒരു ഗാർഡൻ റെക്റ്റാങ്കിൾ അല്ലേ? L എന്ന് പറയുന്ന എന്താ കുഞ്ഞില്ല? ലെങ്തിനെ നമ്മൾ L എന്നും, L മീറ്റർ എന്നും, വിട്ടിനെ നമ്മൾ എന്താ W മീറ്റർ എന്നും, W വിട്ടിനാണ് W മീറ്റർ എന്നും, L മീറ്റർ എന്നും 2 എണ്ണം അല്ലേ? ഫെൻസ്ഡ്, ഡെക്കറേറ്റഡ്. ആ പടം നാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് കിട്ടാത്തവരുണ്ട്. ഏതാണ്ട് ഇതാണ് കണ്ടോ, ഡെക്കറേറ്റഡ് wire fence were laid along the length of a costing 100 per meter and a wooden fence to be built along with the costing 80 meter per കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. ഇവിടെ ഇത്ര നമുക്കറിയാം, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനും ഏരിയ കാണാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ് ഇൻക്വയർഡ്. ഇതിന് എത്ര ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എത്ര മൊത്തം ചിലവായത് എത്ര എന്നാണ്. L മീറ്ററും W മീറ്ററും ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. പെർ മീറ്ററിന് എത്ര എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ് ഇൻക്വയർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ കോസ്റ്റ് ഓഫ് വയർ ഫെൻസിങ് എലോങ് ദ ഗാർഡൻ ലെങ്ത് കണ്ടോ. കോസ്റ്റ് ഓഫ് എത്ര രൂപയാണ് അവിടെ കോസ്റ്റ് ചിലവായത് എത്ര ആണെന്നാണ്. കോസ്റ്റ് ഓഫ് അതായത് ടോട്ടൽ കോസ്റ്റ് അല്ലേ? റെക്റ്റാങ്കിൾ ഗാർഡൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര ആണെന്നാണ്. ഒരു ഗാർഡനാണ് റെക്റ്റാങ്കിൾ ഗാർഡന്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന നിങ്ങൾക്കൊരു ചോദ്യം വരും, അത് ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യണോ? കോസ്റ്റ് ഓഫ് വയർ, WR വയർ ഫെൻസിങ്, അത് ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഫെൻസിങ് എലോങ് ദ ഗാർഡൻ ലെങ്ത് എന്താണെന്നറിയോ? ഇതിന് എത്ര ലെങ്ത് ഉണ്ട്? 1 2 2 ലെങ്ത് ഉണ്ട് അല്ലേ? 2 ലെങ്ത്. ഇത് 2 ലെങ്തും 2 വിട്ടുവാന്നല്ലോ. അപ്പം 2 ലെങ്ത് പെർ എത്രയാണ്? എത്ര ഇതാ പറഞ്ഞിരിക്കുന്നത്? പെർ മീറ്ററിന് 100 വെച്ചാണ് കേട്ടോ. 100 മീറ്റർ. അപ്പം 2L × 100 എത്ര? 200 L കേട്ടോ. ലെങ്ത് 200 L. 2L വന്ന് എന്താണെന്നറിയോ? ഇതൊരു L ആണ്, ഇതൊരു L ആണ് കേട്ടോ. 2 L. മനസ്സിലായോ? അങ്ങനെ ആകുമ്പോൾ ഇതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ടെസ്റ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ. നമുക്ക് എക്സസൈസ് വിശാലമായിട്ട് ചെയ്യാം. ഫെൻസിങ് കോസ്റ്റ് ഓഫ് വുഡൻ ഫെൻസിങ്, തടി വെച്ച് വുഡൻ ഫെൻസിങ് എലോങ് ദ ഗാർഡൻ വിത്ത്. തടി കൊണ്ട് ആ പടം നിങ്ങൾ നോക്കണേ. ഞാൻ ഈ പറയുന്ന പടം തടി കൊണ്ട് അവിടെ പടിഞ്ഞിട്ടുണ്ട്. വുഡൻ
കേട്ടോ. ആ വുഡൻ ഫെൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അതും എന്താ വിഡ്ത്ത് എത്ര ഉണ്ട്? 2 വിഡ്ത്ത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? 2 വിഡ്ത്ത്. അതും എത്ര പെർ മീറ്റർ പറഞ്ഞിരിക്കുന്നത്? എത്ര? 80 അത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് ക്വസ്റ്റ്യനകത്തിലുണ്ട് 100 മീറ്റർ കേട്ടോ. പെർ മീറ്റർ 100 വിഡ്ത്ത് പറഞ്ഞേക്കുന്നത് പെർ മീറ്റർ 80. അപ്പം 2 × 80 എത്ര? 160. 160 എന്തുവാ? വിഡ്ത്താന്നേ കേട്ടോ. 160 വിഡ്ത്ത്. അപ്പം നീളം എത്ര? എല്ലാണ് 200, വിഡ്ത്ത് 160 കേട്ടോ. നമുക്കറിയാം എന്താ, ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കറിയാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ, അല്ലെങ്കിൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ നമുക്കറിയാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കാണാൻ എന്ത് ചെയ്യണം? L/B ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 സ്ക്വയർ മീറ്ററിന് 1 സ്ക്വയർ മീറ്ററിന് ചെയ്തിട്ടിരിക്കുന്ന കണക്കായതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ. 1 സ്ക്വയർ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 റുപ്പീസ് വെച്ചാണെന്നല്ലേ? 1 സ്ക്വയർ മീറ്ററിന് ₹50. 1 സ്ക്വയർ മീറ്ററിന് 50 വെച്ചാണ് ഇത് പണിയേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1 സ്ക്വയർ മീറ്ററിന് 50 ആവുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ്. സ്ക്വയർ മീറ്ററിന് 50 വെച്ച് 50 × L/B ആണ് കേട്ടോ. 50 ആ സ്ക്വയർ മീറ്ററിൻ്റെ ആണ് കേട്ടോ. അല്ലാതെ നമ്മൾ ഏരിയ ചെയ്യുമ്പോൾ L/B ആണ്. അത് എന്തുകൂടെ ചെയ്യണം? ഈ സ്ക്വയർ മീറ്ററിൻ്റെ 50 കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെ വരും? 50 × കേട്ടോ 50 എന്താ? 50 എന്താ? ലെങ്തും വിഡ്ത്തും കൂടെ, ലെങ്തും വിഡ്ത്തിൻ്റെയും കൂടാണ് ഇൻറ്റു L നമുക്ക് കിട്ടിയായിരുന്നു എത്ര? 200 L കിട്ടിയായിരുന്നു. ബ്രെഡ്ത്തും നമുക്ക് കിട്ടി 160, വിഡ്ത്തും കിട്ടി. അണ്ടേ ഇത് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇതിനകത്ത് നോക്കിയാൽ ഇതൊരു ടേംസ് 3 ടേംസ് അവിടെ വരുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? ടേംസുകളാണെന്നൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നതേ ഉള്ളൂ. നമുക്ക് എക്സസൈസിലോട്ട് കയറാം. ചെയ്തിട്ടിരിക്കുന്ന കണക്ക് നമുക്കറിയാവുന്നതാണ്. പോളിനോമിയലൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ച് വെച്ചിരിക്കണം. നമുക്ക് എക്സർസൈസ് നമ്മുടെ സ്കൂളിൽ അതാണല്ലോ നമുക്ക് വേണ്ടുന്നത് അല്ലേ? നോക്കിയേ, ഒന്നാമത്തത് പേജ് നമ്പർ, അതായത് ടെസ്റ്റിനകത്തിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. 1 വേരിയബിളിനുള്ള ഇനി എന്താ, 2 വേരിയബിൾ, 3 വേരിയബിളൊക്കെ എന്താണ്? ക്യൂബിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? ക്യൂബിക്ക് 3 കേട്ടോ. ഹയസ്റ്റ് പവർ 3 വരുന്നതിനെ ക്യൂബിക്ക്, 2 ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക്, ഒരെണ്ണയുള്ളെങ്കിൽ ലീനിയർ പോളിനോമിയൽ. ഹയസ്റ്റ് പവർ ആണേ. ഞാൻ വേണേ ഒന്നുകൂടെ പറയണോ? അറിയാമല്ലോ. ഇനി ലീനിയർ പോളിനോമിയൽ കോൺസ്റ്റന്റ് അല്ലേ? 0 ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് പോളിനോമിയൽ. അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഒന്നാമത്തെ എക്സസൈസ് 2.1 ഇപ്പം നമുക്കങ്ങ് ചെയ്യാം. നോക്കിക്കേ, ഈ ചോദ്യമാണ്. ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽ. ഫൈൻഡ് ദ ഡിഗ്രീസ് ഓഫ്, ചോദ്യം കേട്ടിട്ട് വേണം കേട്ടോ. ഫൈൻഡ് ദ ഡിഗ്രീസ് ഓഫ് ദ പോളിനോമിയൽ. ചോദ്യം കേൾക്കണേ കുഞ്ഞുങ്ങളെ. ഡിഗ്രി, അതായത് ഡിഗ്രി കണ്ടുപിടിക്കാൻ. ഓക്കെ, ചോദ്യം കേട്ടല്ലോ, നമുക്കത് എഴുതാം. ഒന്നാമത്തത് 2x² - 5x + 3. ഇവിടുത്തെ വേരിയബിൾ ഏതാ കുഞ്ഞുങ്ങളെ? എക്സ്. ഡിഗ്രി നോക്കിയേ, അവിടുത്തെ ഡിഗ്രി ഏതാ? 2 വരുന്നത് ഏതാ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇവിടെ നമ്മളോട് ചോദിച്ചേ ഡിഗ്രി, ഹയസ്റ്റ് ഡിഗ്രി ഏതാണെന്നോ? ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എഴുതാനാണ് നമ്മളോട് ചോദിച്ചേ. ഇവിടുത്തെ ഡിഗ്രി എത്ര? 2 ആണ്. 2 വരുന്നത് ഏതാ കുഞ്ഞുങ്ങളെ? ഒന്ന് പറഞ്ഞേ. ഡിഗ്രി 2 വരുന്നത് ഏതാ? അല്ലേ? ഡിഗ്രി 2 വരുന്നതിന് എന്ത് പറയാം? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കേട്ടോ. ചോദിച്ചാൽ എഴുതിക്കോണേ, ക്വാഡ്രാറ്റിക്. നമ്മളോട് ഇത് മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷേ ഡിഗ്രി 2 വരുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അടുത്തത് y³ + 2y - 1. നോക്കിയേ, ഇവിടെ y³ ഡിഗ്രി നോക്കിയേ 3 വന്നു. ഇതിൻ്റെയോ 1 ആണ്. ഇതിൻ്റെയോ അപ്പോൾ ഏതാ? 3 ആണ്. അപ്പോൾ ഇവിടുത്തെ വേരിയബിള് നമ്മുടെ അടുത്ത് ഡിഗ്രിയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഡിഗ്രി ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 3 ആണ്. അപ്പോൾ എന്താ? 3 വരുന്ന ഏതാണ്? ക്യൂബിക്ക്. ഇത് നമ്മളോട് ചോദിച്ചിട്ടില്ല, ഞാനങ്ങ് പറഞ്ഞതാണ്. 2 വരുന്നത് ക്വാഡ്രാറ്റിക്, 3 വരുന്നത് ക്യൂബിക്ക്. അടുത്ത് നോക്കിയോ നിങ്ങളെ, -9. ഇനി വേരിയബിൾ ഉണ്ടോ സത്യത്തിൽ? അപ്പം നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട. വേരിയബിൾ ഇല്ലെങ്കിൽ നോ എന്ന് എഴുതിയാൽ മതി കേട്ടോ. വേരിയബിൾ ഒന്നുമില്ല, ഡിഗ്രി ഇല്ല, അതുകൊണ്ട്. പക്ഷേ നമ്മൾ അല്ലാതൊക്കെ പറയുകയാണെങ്കിൽ, വലിയ കാര്യമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു നമ്പർ എടുക്കുക. ഇപ്പം നമ്മൾ 5 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുക. മനസ്സിലായോ? 5 എന്ന് പറയുന്ന ഒരു നമ്പറിന് നമുക്കൊരു വേരിയബിൾ നോക്കിയേ 5 നമുക്കൊരു വേരിയബിൾ കൊടുക്കുക. വേരിയബിൾ ഇല്ലല്ലോ. 5 എന്ന് പറയുന്നതിന് വേരിയബിൾ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം x⁻⁴. ഇത് നമ്മൾ ലീനിയർ പോളിനോമിയൽ ആൽജിബ്രിക് എക്സ്പ്രഷൻ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. നമ്മൾ ഒരു വേരിയബിൾ ഇട്ടിട്ട് നോക്കിയാൽ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. 0 വരുന്ന ഏതാ? കോൺസ്റ്റൻറ്റ് കേട്ടോ. അപ്പം x⁻⁴ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ?
അതായത് a⁻0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 ആണ് അല്ലേ. x⁻0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് തലയിൽ ഇങ്ങനെ 0 കയറി ഇരിക്കുന്നതിന് 1 അർത്ഥം കേട്ടോ. ഇപ്പം എന്താ അത് എഴുതി അല്ലേ. ഇപ്പം y⁻0 എന്ന് വെച്ചാലും അതിൻ്റെ അർത്ഥം 1 ആണ്. ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണം, ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ. a⁻0 അപ്പോൾ x⁻0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ 5 ഇൻറ്റു x⁻0 എന്ന് വെച്ചാൽ 1 = 5 ആണ്. കാരണം അവിടെ വേരിയബിൾ ഒന്നും വരുന്നില്ല എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട, നോ ഇവിടെ വേരിയബിൾ ഒന്നും ഇല്ല. അടുത്ത നോക്കിക്കേ നിങ്ങളെ 4 അടുത്ത ഏതാ 4z-3. ഇവിടെ വേരിയബിൾ എത്ര നോക്കിയേ, ഇവിടുത്തെ വേരിയബിൾ ഇസഡ് ആണ് അല്ലേ. ഇസഡിൻ്റെ ഡിഗ്രി എത്ര? 1. ഇല്ലാന്ന് എഴുതി വെക്കല്ലേ, കാരണം ഏത് വേരിയബിളിനും 1 എന്നുള്ള ഇതുണ്ട് കേട്ടോ. 1 ഇസഡിൻ്റെ 1. അപ്പം ഡിഗ്രി 1. ഡിഗ്രി കാണാൻ അറിയണം കേട്ടോ, മനസ്സിലായോ? ഇപ്പം r(x² + 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡിഗ്രി ഏതാ? 2 കേട്ടോ. 2 വരുന്ന എന്താണ്? ക്വാഡ്രാറ്റിക്. ഇതിപ്പോൾ r(x) എന്ന് മാത്രമേ ഉള്ളെങ്കിൽ എന്താവും ഞങ്ങളവിടെ? r(x) ഏതാ? അവിടുത്തെ ഡിഗ്രി എത്ര? 1. എക്സിൻ്റെ വില എത്ര? 1 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 8xy എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡിഗ്രി എത്ര? എക്സിൻ്റെ വില എത്ര? 1. വൈയുടെ വില എത്ര? 1. അപ്പോൾ ഇവിടുത്തെ എത്ര ഡിഗ്രി എത്ര നിങ്ങളെ? 2 വരും അല്ലേ. 1 1 2. ഇവിടെ നമ്മളവിടെ ചോദിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കയറി ചിന്തിക്കേണ്ട കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ പുകഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ കേട്ടോ ഓക്കെ ആണോ? ഇനി അടുത്ത അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 1 2 3. ഇപ്പം നമ്മൾ പറഞ്ഞുള്ളൂ ഡിഗ്രി 1 വരുന്ന എഴുതണം, ഡിഗ്രി 2 വരുന്ന എഴുതണം, ഡിഗ്രി 3 വരുന്ന എഴുതണം കേട്ടോ. നമ്മൾ ഒരുപാട് നീണ്ടുപോകും നമ്മുടെ വീഡിയോ. നോക്കൂ നിങ്ങളെ, ഡിഗ്രി 1 വരുന്ന എഴുതാനാണ്. രണ്ടാമത്തതാണ് ഡിഗ്രി 1 വരുന്നത് എഴുതാൻ. നമുക്ക് എഴുതാം. ഇപ്പോൾ r(x) കേട്ടോ, ഒരു ഡിഗ്രി 1 അല്ലേ. ഇപ്പോൾ 8x + 5 ഓക്കെ, അതിൻ്റെ ഡിഗ്രി 1 അല്ലേ. എന്ന് വെച്ചാൽ ഒരു വേരിയബിളിന് 1 എന്നുള്ള. ഇപ്പോൾ 9x + 6 + 7 എന്നൊക്കെ നമുക്ക് തരുവാന്ന് വെച്ചോ. ഇവിടുത്തെ എല്ലാം നോക്കി വേരിയബിളിൻ്റെ വില 1 1 1. അപ്പോൾ ഡിഗ്രി 1 വരുന്നത് കേട്ടോ. ഇത് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഡിഗ്രി 1 വരുന്നത് തന്നിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1. ഒരു വേരിയബിളേ ഉള്ളെങ്കിൽ 1 ഡിഗ്രി 1 വരുന്നത് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ ഡിഗ്രി 2 വരുന്ന എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി 2 എങ്ങനെ എഴുതാം? ഇപ്പോൾ 6x² + 5 ഉണ്ട് ഡിഗ്രി 2 അല്ലേ. 8y + r(x²) ഉണ്ട് ഡിഗ്രി 2 മേളി തലേ 2 ഉണ്ടെങ്കിൽ അത് ഡിഗ്രി 2. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അടുത്ത ഡിഗ്രി 3 ആണെങ്കിലോ നമ്മുടെ അടുത്ത് 3 എണ്ണം എഴുതാനാണ് ചോദിച്ചത്. എങ്ങനെ? 8x³ + 6 കണ്ടോ ഡിഗ്രി 3. മനസ്സിലായോ? 9x + 8y³ + 6. നോക്കിയേ വേരിയബിൾ നോക്കിയേ, ഇവിടെ ഒരു ക്യൂബ് കണ്ടോ, ക്യൂബ് വന്നിട്ടുണ്ടെങ്കിൽ ക്യൂബ് അതായത് ക്യൂബിക്ക് അല്ലേ, ക്യൂബ് വരുന്നത് അത്ര. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് എഴുതാൻ കുഞ്ഞുങ്ങളെ. തന്നിരിക്കുന്ന വേരിയബിളിൻ്റെ പവർ നോക്കുക, ഹയസ്റ്റ് പവർ നോക്കുക കേട്ടോ. ഡിഗ്രി ഏതാന്ന് ഇപ്പം മേളിൽ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 6x എന്ന് വെച്ചാൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ 1 ആണ്, അത് ലീനിയർ ആണ്. 2 ആണെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ആണ്. 3 ആണെങ്കിൽ അത് ക്യൂബിക് ആണ്. അതൊക്കെ അറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കി കുഞ്ഞുങ്ങളെ, അതും കൂടെ നമുക്ക് എഴുതാം. വാട്ട് ആർ ദ കോഎഫിഷ്യന്റ് ഓഫ് x² x³ ഇൻ ദ പോളിനോമിയൽ x⁻⁴ ഇവിടെ വാട്ട് ആർ ദ കോഎഫിഷ്യന്റ് ഓഫ് നോക്കിക്കേ ചോദ്യം. x⁻⁴ - 3x³ + 6x² - 2x + 7. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിനകത്തിലെ കോഎഫിഷ്യന്റ് ഓഫ് x² നോക്കൂ നിങ്ങളെ. കോഎഫിഷ്യന്റ് ഓഫ് ഇവിടുത്തെ കാണാൻ പറ്റുന്നില്ലേ? ഇതാ നമ്മുടെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. അവിടുത്തെ കോഎഫിഷ്യന്റ് x² x³ എഴുതാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ചോദ്യത്തിൽ. ഇതിനകത്തുള്ള x² ആരാണ്, x³ ആരാണ്? അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് x² എന്ന് പറയുന്നത് ഇവിടുത്തെ നോക്കി. x² നോക്കിയേ, x² ആരാ? 6 ആണ്. 6 കേട്ടോ, എളുപ്പമല്ലേ. അടുത്ത നമ്മളോട് ചോദിച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് x³ ആരാണ്? x³ ആരാ നോക്കിയതാണ്ട്. x³ ആരാ? 3. അതിൻ്റെ തൊട്ട് മുന്നിൽ സൈൻ കിടപ്പുണ്ടോ എന്ന് നോക്കി. ഞാൻ ഇതുവരെ ഉള്ളതിനൊക്കെ നിങ്ങൾ എല്ലാം പ്ലസ്സാ. മൈനസ് എന്ന് പറയുന്നത് സൈനേ ഞാൻ ഇതുവരെ ഇട്ടില്ല. കാരണം ആദ്യം തന്നെ തെറ്റും ബുദ്ധിമുട്ടാണെന്നുള്ള ഇത് വേണ്ടാന്ന് വെച്ചാൽ സൈനെല്ലാം ഒഴിവാക്കിയിട്ടേക്കുക. അപ്പം ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ഫ്രണ്ടിൽ മൈനസ് ഉണ്ടോ നോക്കണേ നിങ്ങൾ. ഓക്കെ, -3 ആണ് കേട്ടോ. 3 എന്ന് എഴുതി വെക്കല്ലേ. നമ്മളോട് ചോദിച്ചത് ഇതിനകത്തിലെ x² x³ കോഎഫിഷ്യൻ്റ് കേട്ടോ. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഈ x²ൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ ഇവിടെ? 6. x³ കോഎഫിഷ്യൻ്റ് ആരാ? -3 കേട്ടോ. എളുപ്പമല്ലേ. അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് കുഞ്ഞുങ്ങളെ, വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഇസഡ് ഇൻ ദ പോളിനോമിയൽ? ഇവിടെ തന്നിരിക്കുന്ന പോളിനോമിയൽ നോക്കിക്കേ. ഇവിടെ തന്നിരിക്കുന്ന 4z³
പ്ലസ് 5z സ്ക്വയർ മൈനസ് 11 എന്നാണ്. ഇവിടെ നമ്മളോട് ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റ്, ഇവിടെ ഇസഡ് തന്നിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കും ഇത് ഇസഡ് അല്ലയോ, ഇത് ഇസഡ് അല്ലയോ അല്ലേ? ഇസഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇസഡിൻ്റെ ക്യൂബ്, ഇസഡിൻ്റെ സ്ക്വയർ. ഇസഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ തന്നിട്ടില്ല. ഉണ്ടോ? ഇത് ഇസഡ് ക്യൂബാണ്, ഇത് ഇസഡ് സ്ക്വയർ ആണ്. പക്ഷേ ഇവിടെ ഒരു ഇസഡ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു അല്ലേ? പക്ഷേ ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റ് 11 ആണെന്ന് നമുക്ക് പറയായിരുന്നു. പക്ഷേ ഉണ്ടോ? ഇല്ല. ഇസഡ് എന്താണ്? അവിടെ വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇസഡിൻ്റെ 0 എന്ന് എഴുതിയാൽ മതി കേട്ടോ. അവിടെ ഇസഡ് നമുക്ക് ഇസഡിൻ്റെ ടേംസ് ഇവിടെ ഇല്ല, കാരണം കോഎഫിഷ്യൻറ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. അടുത്ത നമ്മൾ നോക്കിയാൽ വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് ടേം ഓഫ് ദ പോളിനോമിയൽ. ചോദ്യം നോക്കിയോ നിങ്ങൾ, വാട്ട് ഈസ് ദ കോൺസ്റ്റന്റ് ടേംസ് ഓഫ് ദ പോളിനോമിയൽ? 9x ക്യൂബ് 9x ക്യൂബ് പ്ലസ് 5x സ്ക്വയർ മൈനസ് 8x മൈനസ് 10. നോക്കിയോ നിങ്ങളെ, കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചതാ. ഇവിടെ നോക്കിയേ, ഇത് കോഎഫിഷ്യൻ്റ് ആണ്, എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 9, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 5, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് 8 -8 കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, വേരിയബിൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അയാളാണ് അവിടുത്തെ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാ? സൈൻ ഉണ്ടോ നോക്കണേ. കോൺസ്റ്റന്റ് ആരാ? -10 അല്ലേ? മൈനസ് കിടപ്പുണ്ട്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഈ കണക്ക് എളുപ്പം മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയൂ നിങ്ങളെ, നമുക്ക് പാർട്ട് 2 ഇടാം. അതല്ല മനസ്സിലാവുന്നില്ല, സ്പീഡ് കൂടുതൽ, എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും പറയണം കേട്ടോ. ഇത് നമ്മളൊന്ന് എളുപ്പം ഓടിച്ചിട്ട് നോക്കിയതാണ്. ഇത് നമ്മൾ എക്സസൈസ് 2.1 ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലീനിയർ പോളിനോമിയലിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ മനസ്സിലായെങ്കിൽ കമൻറ്റ് പറയൂ നിങ്ങളെ, ഇല്ലെങ്കിൽ പോട്ടെ വിട്ടേരാം കേട്ടോ. ഞാൻ കേരള സിലബസ് ആണ് കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പോൾ CBSE ഒന്ന് നോക്കിയതാണ്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.